ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ പഠിക്കുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ചും ലോഗരിതമിക് ഫംഗ്ഷനെ കുറിച്ചും അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഫങ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്. That means functions in the form y equal to u of x whole raised to v of x. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണ്? ബേസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് പവർ ഓൾസോ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പൊ പവറിലും എക്സ് വരുന്നത് നമ്മൾ ഇതുവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇഫ് പവർ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് ദെൻ വി യൂസ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഈ ടൈപ്പ് ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ദാറ്റ് മീൻസ് ലോഗ് y ഈക്വൽ ടു log u of x whole raised to v of x. രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുക. log u of x whole raised to v of x എന്ന് പറയുന്നത് v of x into log u of x ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി ഗെറ്റ് dy by dx. പ്രോബ്ലത്തിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നിൽ നമ്മൾ പ്രോബ്ലത്തിൽ ലോഗരിതമിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇ റേസ്ഡ് ലോഗ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇ റേസ്ഡ് ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഈ ലോഗ്, അപ്പൊ ഈ എക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ്, ലോഗ് പി റേസ് ടു എൻ, അതായത് പവർ ആയിട്ട് എൻ ഉണ്ടെങ്കിൽ എൻ ഇൻറ്റു ലോഗ് പി ആണ്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. പവർ ആയിട്ട് ഇവിടെ വി ഓഫ് എക്സ് ഉണ്ട്. ഈ വി ഓഫ് എക്സ് ഫ്രണ്ടിലേക്ക് വന്നു. വി ഓഫ് എക്സ് ഇൻറ്റു ലോഗ് യു ഓഫ് എക്സ് ആയി. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർട്ടി ലോഗ് പി റേസ് ടു എൻ. അപ്പൊ പവർ ആയിട്ട് വരുന്നത് ഫസ്റ്റിലേക്ക് വരും, എൻ ഇൻറ്റു ലോഗ് പി. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ്, ലോഗ് പി ഇൻറ്റു ക്യൂ ഈക്വൽ ടു ലോഗ് പി പ്ലസ് ലോഗ് പി. അപ്പോൾ പ്രോഡക്റ്റ് സം ആയിട്ട് വരുന്നത്. ലോഗരിതം ഓഫ് പ്രോഡക്റ്റ് ഈക്വൽ ടു സം ഓഫ് ലോഗരിതം. നെക്സ്റ്റ്, കോഷ്യന്റ് ഓഫ് ലോഗ് പി ബൈ ക്യൂ ഈക്വൽ ടു ലോഗ് പി മൈനസ് ലോഗ് ക്യൂ ആണ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഡിഫറൻഷിയേറ്റ് എക്സ് റേസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ പവറിലും എക്സ് ആണ് വരുന്നത്. അപ്പോൾ വി യൂസ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ഫസ്റ്റ് ടേക്ക് y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. അപ്പോൾ ലോഗരിതമിക് ഡിഫറൻസിയേഷന്റെ സ്റ്റെപ്പ് എല്ലാ പ്രോബ്ലത്തിലും സെയിം ആണ്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്താൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ടേക്ക് y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. നെക്സ്റ്റ് ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്.
ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ്. അപ്പൊ ലോഗ് രണ്ട് സൈഡിലും കൊടുത്തു. ഇനി നമ്മൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക, ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സ്. അപ്പൊ ആ പവർ ഉള്ളത് ഫ്രണ്ടിലേക്ക് വരും, എക്സ് ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ ഈ ലൈനിലുള്ള അതേ രീതിയിൽ വരും, പവറിലുള്ള എക്സ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പൊ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y. പിന്നെ ഏതിന്റെ ഡെറിവേറ്റീവും കൂടെ വേണം, വൈയുടെ ഡെറിവേറ്റീവ്. അപ്പൊ 1/y dy/dx. നെക്സ്റ്റ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇൻറ്റു മീൻസ് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തു. ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ പ്രൊഡക്റ്റ് റൂള് ലോഗരിതമിക് ഡിഫറൻസിയേഷന്റെ എല്ലാ പ്രോബ്ലത്തിലും ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. പ്രൊഡക്റ്റ് റൂളിൽ d/dx ഓഫ് ലോഗ് എക്സും d/dx ഓഫ് എക്സും അതിന്റെ ആൻസർ എഴുതുക. എക്സ് ഇൻറ്റു 1/x, എക്സ് ക്യാൻസൽ ചെയ്താൽ വി ഗെറ്റ് 1 പ്ലസ് ലോഗ് എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/y ആണ്. ഈ y ആർച്ച് സൈഡിലേക്ക് എടുക്കുക. അപ്പൊ 1/y ആയതുകൊണ്ട് dy/dx ഈക്വൽ ടു y ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് എന്ന എടുത്ത്, അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പിൽ y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. അപ്പോൾ എക്സ് റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇതാണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഒന്നും കൂടെ മനസ്സിലാക്കിക്കോളൂ. ഏതിനാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് അതിനെ y ഈക്വൽ ടു കൊടുക്കുക, ലോഗ് രണ്ട് സൈഡിലും എടുക്കുക. പവറായിട്ട് വരുന്നത് ഫസ്റ്റ് ഇൻറ്റു ആ ലോഗ് ബേസ് വരും. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ലോഗ് വൈ ഈ സൈഡിൽ എപ്പോഴും ലോഗ് വൈ ആണ്, അത് 1/y dy/dx ആയിരിക്കും. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പിൽ y ആർച്ച് സൈഡിലേക്ക് എടുത്തിട്ട് y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് കൊടുക്കുക. അപ്പൊ എല്ലാ പ്രോബ്ലത്തിനും ഒരേ സ്റ്റെപ്പാണ്. നെക്സ്റ്റ് പ്രോബ്ലം, ഡിഫറൻഷിയേറ്റ് a റേസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ y ഈക്വൽ ടു a റേസ് ടു എക്സ്. നെക്സ്റ്റ് ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, ലോഗ് y ഈക്വൽ ടു ലോഗ് a റേസ് ടു എക്സ്. അപ്പോൾ പവർ ഏതാണ്, എക്സ് ആണ്, അത് ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ എക്സ് ഇൻറ്റു ലോഗ് എ. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y dy/dx. ഇവിടെ പ്രൊഡക്റ്റ് റൂളിന്റെ തന്നെ ആവശ്യമില്ല, ലോഗ് എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സിന് ഡെറിവേറ്റീവ് മാത്രം എഴുതിയാൽ മതി. എന്നാൽ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്താൽ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എ പ്ലസ് ലോഗ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ലോഗ് എ എക്സ് ഇല്ലാത്ത ടേം ആണ്, ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ എക്സ് ഇൻറ്റു 0 പ്ലസ് ലോഗ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1. അപ്പൊ ലോഗ് എ എക്സ് ഇല്ലാത്ത ടേം ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. എക്സ് ഇൻറ്റു 0 ഈസ് 0, ദാറ്റ് മീൻസ് ആൻസർ ഈസ് ലോഗ് എ. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് y ആർച്ച് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ y ഇൻറ്റു ലോഗ് എ, y ഈക്വൽ ടു a റേസ് ടു എക്സ്, a റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് a റേസ് ടു എക്സ് ഈക്വൽ ടു a റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പ്രോബ്ലം, ഡിഫറൻഷിയേറ്റ് എക്സ് റേസ് ടു സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നേരത്തെ അതേ സ്റ്റെപ്പ്, y ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ്, രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. അപ്പൊ പവർ ആയിട്ട് വരുന്നത് സൈൻ എക്സ് ആണ്. അപ്പൊ അത് ആദ്യം ഫസ്റ്റിലേക്ക് വരും. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
log y derivative 1 by y dy by dx. Here product rule. Sin x into derivative of log x plus log x into d by dx of sin x. Next step d by dx of log x. Log x in the derivative 1 by x plus sin x in the derivative cos x കൊടുക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് d by dx of log x 1 by x എന്നും d by dx of sin x cos x എന്നും കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ y RHSലേക്ക് കൊണ്ടുവരിക. dy by dx equal to y into sin x into 1 by x sin x by x plus log x into cos x. y equal to x raised to sin x. Substitute ചെയ്താൽ x raised to sin x into sin x by x plus log x into cos x. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാം ഒരേ സ്റ്റെപ്പ് ചെയ്യേണ്ടതാണെന്ന്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് പ്രോബ്ലം. ഡിഫറൻഷിയേറ്റ് log x whole raised to cos x plus sin x whole raised to cos x with respect to x. അപ്പോൾ ഇവിടെ സിംഗിൾ ഫംഗ്ഷൻ അല്ല, രണ്ട് ഫംഗ്ഷന്റെ സം ആണുള്ളത്. അപ്പോൾ വി ടേക്ക് y equal to log x whole raised to cos x plus sin x whole raised to cos x. Take u plus v. അപ്പോൾ u equal to log x whole raised to cos x, v equal to sin x whole raised to cos x. അപ്പോൾ y equal to u plus v ആണെങ്കിൽ we get dy by dx equal to du by dx plus dv by dx. അപ്പോൾ ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ സം ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിലെ ഫസ്റ്റ് ടേമിനെ u എന്നും സെക്കൻഡ് ടേമിനെ v എന്നും എടുക്കുക. എന്നിട്ട് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് u ഈക്വൽ ടു log x ഹോൾ റേസ്ഡ് ടു cos x. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. അതിനുശേഷം സെക്കൻഡ് വൺ എടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ u ഈക്വൽ ടു log x ഹോൾ റേസ്ഡ് ടു cos x. ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത അതേ രീതിയിൽ ചെയ്യാം. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. ലോഗ് u ഈക്വൽ ടു log x ഹോൾ റേസ്ഡ് ടു cos x. അപ്പോൾ ഇവിടെ പവർ ആയിട്ട് ഏതാ ഉള്ളത്? cos x. അത് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ cos x ഇൻറ്റു log ഓഫ് log x. cos x ഫസ്റ്റ് ഫംഗ്ഷൻ, log x സെക്കൻഡ് ഫംഗ്ഷൻ. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. log uവിന്റെ ഡെറിവേറ്റീവ് 1 by u du by dx. cos x into d by dx of log x plus log of log x into d by dx of cos x. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിന്റെ ഡെറിവേറ്റീവും ഇതിന്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കുക. cos x ഡെറിവേറ്റീവ് നമുക്ക് മൈനസ് സൈൻ എക്സ് ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടി. ഇനി log of log x നമ്മൾ ചെയിൻ റൂൾ പഠിച്ചാണ്. ഫസ്റ്റ് ലോഗിന്റെ ഡെറിവേറ്റീവ് log x ആണെങ്കിൽ 1 by x, പക്ഷെ ഇവിടെ log x ആണ്. അപ്പോൾ 1 by log x. പിന്നെ log x ഡെറിവേറ്റീവ് വേണം 1 by x. log of log x ഒക്കെ നമ്മൾ ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അപ്പോൾ log u 1 by u, ദാറ്റ് ഈസ് 1 by log x. നെക്സ്റ്റ് log x ൻ്റെത് 1 by x. ഇതൊന്ന് റീറൈറ്റ് ചെയ്താൽ എന്താ കിട്ടുക? log x into 1 into 1, ദാറ്റ് ഈസ് cos x into 1 into 1, cos x divided by x log x. cos x divided by x log x. ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് ഇൻറ്റു log x. നെക്സ്റ്റ് സ്റ്റെപ്പിൽ u RHSലേക്ക് എടുത്തു. then u equal to log x whole raised to cos x into this one. അപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. log of log x ന്റെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. 1 by log x into 1 by x. വേറെ ചേഞ്ച് ഒന്നുമില്ല.
നെക്സ്റ്റ് വിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സൈൻ എക്സ് ഹോൾ റേസ് ടു കോസ് എക്സ്. അതിനുശേഷം ഈ ആൻസറും മറ്റേ ആൻസറും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ വി ഈക്വൽ ടു സൈൻ എക്സ് ഹോൾ റേസ് ടു കോസ് എക്സ്. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് വി ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് ഹോൾ റേസ് ടു കോസ് എക്സ്. പവറിൽ വരുന്നത് കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലോഗ് വി ഡെറിവേറ്റീവ് 1/v dv by dx. ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് കോസ് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ലോഗ് സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു d by dx ഓഫ് ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു d by dx ഓഫ് കോസ് എക്സ്. ലോഗ് സൈൻ എക്സ് ലോഗ് u 1/u is 1/sin x. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈസ് കോസ് എക്സ്. അപ്പൊ ലോഗിന്റെ ഈ ബ്രാക്കറ്റിൽ വരുന്നത് താഴത്തേക്ക് വരും 1/sin x. നെക്സ്റ്റ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈസ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സ് ഇൻറ്റു 1 ഇൻറ്റു കോസ് എക്സ് കോസ് എക്സ്. കോസ് എക്സ് ബൈ സൈൻ എക്സ്. കോസ് ബൈ സൈൻ ഈസ് കോട്ട് എക്സ്. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ്. വി ആർച്ച് സൈഡിലേക്ക് കൊണ്ടുപോയി. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് സൈൻ എക്സ് ഹോൾ റേസ് ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ ഹെൻസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു log x whole raised to cos x into cos x by x log x minus sin x into log cos x plus sin x whole raised to cos x into cos x cot x minus sin x log sin x. അപ്പോൾ സം ഓഫ് ടു ഫംഗ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Differentiate x raised to log x minus 2 raised to sin x with respect to x. അപ്പോൾ ഇവിടെയോ y equal to x raised to log x minus 2 raised to sin x. ഇവിടെ മൈനസ് ആണ്. അപ്പോൾ u minus v. y equal to u minus v. Then dy by dx equal to du by dx minus dv by dx. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, വിയുടെ ഡെറിവേറ്റീവും കണ്ടുപിടിച്ചിട്ട് രണ്ടും ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് യു ഈക്വൽ ടു എക്സ് റേസ് ടു ലോഗ് എക്സ്. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് യു ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു ലോഗ് എക്സ്. ലോഗ് എക്സ് ഓൺ ദ പവർ. നെക്സ്റ്റ് അപ്പോൾ ലോഗ് ഫ്രണ്ടിലേക്ക് വന്നാൽ log x into log x. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷന് log x ആണ്, സെക്കൻഡ് ഫംഗ്ഷന് log x ആണ്. അപ്പോൾ 1/u du by dx equal to log x into derivative of log x plus log x into derivative of log x. Derivative of log x is 1/x. അപ്പോൾ log x into 1/x, log x into 1/x, log x into 1 log x. Hence log x by x 2 ടൈംസ് ഉള്ളതുകൊണ്ട് 2 log x by x. u ആർത്ത് സൈഡിലേക്ക് പോയാൽ u into 2 log x by x, u equal to x raised to log x. Hence x raised to log x into 2 log x by x. That is du by dx. Next find dv by dx. v equal to 2 raised to sin x. Take log v equal to log 2 raised to sin x. പവറിൽ sin x ആണ്. അപ്പോൾ sin x into log 2. ഇത് പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് എന്ന് പറയാനില്ല. log 2 എന്താണ്? കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇല്ലാത്ത ടേം അല്ലേ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? log 2 into sin x എന്ന് എഴുതാം. അപ്പൊ sin xന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഇത് മീനിങ് ഉള്ളൂ. അപ്പൊ 1/v dv by dx ഡിഫറൻഷിയേറ്റ് ചെയ്താൽ
ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v dv/dx. ലോഗ് 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലോഗ് 2 ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. 3x ഡെറിവേറ്റീവ് 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് എഴുതുന്ന മാതിരി ലോഗ് 2 ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. v to RHS side dv/dx equal to 2 raised to sin x into log 2 cos x. അപ്പോൾ du/dx കണ്ടുപിടിച്ചു, dv/dx കണ്ടുപിടിച്ചു. ഹെൻസ് dy/dx equal to du/dx എന്താണ്? 2 log x into x raised to log x by x minus dv/dx 2 raised to sin x log 2 cos x. ഇത് നമുക്ക് റീറൈറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? log 2 cos x into 2 raised to sin x. അപ്പോൾ പ്ലസ് ആണെങ്കിൽ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് സം ചെയ്ത് വെക്കുക. ഡിഫറൻസ് ആണെങ്കിൽ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് ആയിട്ട് അവിടെ വെക്കുക. ഇതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷനിലെ ഇന്നത്തെ പ്രോബ്ലംസ്. ഹോംവർക്ക് നോക്കുക. ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സ്, ഇതും y ഈക്വൽ ടു എടുത്ത് ചെയ്യുക. സൈൻ എക്സ് ഹോൾ റേസ് ടു എക്സ്, ഇതേ ടൈപ്പ് നമ്മൾ ചെയ്തതാണ്. പിന്നെ ലോഗ് എക്സ് ഹോൾ റേസ് ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ റേസ് ടു സൈൻ എക്സ്, ഇത് ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഇത് സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പ്ലസ് ആക്കിയിട്ട് എഴുതാം. എക്സ് റേസ് ടു ടാൻ എക്സ് മൈനസ് 3 റേസ് ടു കോസ് എക്സ്. ഇത്രയും ഹോംവർക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. താങ്ക് യു.